പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഒരു ഹെയർ ഓയിലുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഹെയർ ഓയിലാണെങ്കിലും നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയ മുടിയിഴകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാവുകയും ചെയ്യും. ഇതൊരു അനുഭവ സത്യം കൂടിയാണ് കേട്ടോ. കാരണം എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ആ മുടി കൊഴിച്ചിലൊക്കെ അങ്ങ് മാറിയിട്ട് പുതിയ മുടിയിഴകൾ ഉണ്ടാവാൻ ഈ ഒരു ഓയിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന്, അതായത് എൻ്റെ നമ്മുടെ ചാനൽ യൂട്യൂബിൽ തന്നെ ചാനലുള്ള ഒരാളാണ്. അപ്പോൾ അവൾ ചെയ്തിട്ട് അവൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ്. അപ്പോൾ അവളാണ് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം എൻ്റെ മുടി ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു, ഒത്തിരി കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പം പുതിയ മുടിയിഴകൾ, അവൾക്ക് പുതിയ മുടിയിഴകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കി. അവൾ ചെയ്തത് വേറെ രീതിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാൻ പോണ വഴിയെ. അപ്പോൾ ആ രീതിയിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഓയിലാണോ, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാച്ചിയ വെളിച്ചെണ്ണ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ആ ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്ന ഒരു കാച്ചെണ്ണയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് 1 സ്പൂൺ ഓയിൽ എടുക്കുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ അത് 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാസ്റ്റർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ അത് തന്നെ ഡയറക്റ്റ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലേക്ക് ഇത് ഹെയർ നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട്, അതായത് നമ്മളതിൻ്റെ തുല്യ അളവിൽ വേറെ എന്തെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന കാച്ചെണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഏതാണെങ്കിലും തുല്യ അളവിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുവുള്ള ഓയിലാണ്. അപ്പോൾ അത് ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ഒരു ഓയിൽ അത്ര പറ്റണമെന്നില്ല. അപ്പോൾ എനിക്കും അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ 1 സ്പൂൺ കാസ്റ്റർ ഓയിലിന് 1 സ്പൂൺ വെളിച്ചെണ്ണ, ആ ഒരു അളവിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്ന ഓയിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയറിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഓയിൽ 1 സ്പൂൺ എടുക്കാം. അതിനകത്തേക്ക് ഒരു 3 ഡ്രോപ്പ് മാത്രം കാസ്റ്റർ ഓയിൽ ചേർക്കുക. അതായത് നമ്മൾ കാസ്റ്റർ ഓയിൽ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം വേണമെങ്കിൽ. അല്ലാത്തവർക്ക്, അതായത് നമ്മൾ സാധാരണ ഒരു പ്രോബ്ലം ഇല്ല ഹെയറിനല്ല നമ്മുടെ ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഇത് തുല്യ അളവിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതല്ല എങ്കിൽ നമ്മൾ ഈ പാത്രം എണ്ണ എടുക്കുന്നതിന് മുമ്പ് ഈ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് പാത്രം പതിയൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് എണ്ണ എടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെ ഇളം ചൂടോട് കൂടി വേണം നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ ഹോട്ട് ഓയിലായിട്ട് അപ്ലൈ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 2 തവണ ചെയ്താൽ മതി. എന്നും എണ്ണ തേക്കുന്നവരാണ് എങ്കിൽ നമുക്കിത് സാധാരണ രീതിയിൽ തന്നെ, അതായത് ഈ മെത്തേഡ് തന്നെ എടുക്കുക, എന്നിട്ട് സാധാരണ രീതിയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 2 തവണ നമ്മളിങ്ങനെ എണ്ണ പതിയൊന്ന് ചൂടാക്കിയിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരും, പുതിയ മുടിയിഴകളുണ്ടാവും. അതുപോലെ തന്നെ ഉള്ള മുടി നന്നായിട്ട് നല്ല കട്ടിയോടുകൂടി വളരാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് 2-3 ഡ്രോപ്പ് കാസ്റ്റർ ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം അവളുടെ മുടി ഒരുപാട് മുടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഒരു ഇടക്കാലം കൊണ്ട് അവളുടെ മുടി ശരിക്കും അങ്ങ് കൊഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് ആ പോയ മുടി അതുപോലെ തന്നെ തിരികെ വന്നു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്ത് നോക്കിയത്. ഇപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മുടി പതിയെ എന്ന് വെച്ചാൽ മുമ്പത്തൊക്കെ ചെറിയ മുടികൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതാണ് ഞാനത് പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാനുള്ള കാരണം. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലും ചെയ്യാം, ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ്, പക്ഷേ വളരെ എഫക്റ്റീവാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.